നമ്മളിലേക്ക് തന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് സേവ് ആപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഈ ആപ്ലിക്കേഷൻ, ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 16ഓളം ഫീച്ചേഴ്സ് ഉള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. നമുക്ക് മണി മാനേജ്മെന്റ് പഠിക്കാം, ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഡ്രീം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യും. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വേണ്ടിയിട്ടാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്യുന്നു, സാലറി കിട്ടുന്നു, ബിസിനസ് ചെയ്യുന്നു, വരുമാനം കിട്ടുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല? എവിടെയാണ് പ്രശ്നം? നമ്മൾ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടും എത്ര വലിയ ബിസിനസ്മാൻ ഉണ്ടായിട്ടും ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന അതിലേക്ക് എത്താൻ അത് മാത്രം പോരാ. സാമ്പത്തിക അച്ചടക്കം, നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണം, അറിഞ്ഞിരിക്കണം. എന്താണ് വരുമാനം, എന്താണ് നമ്മുടെ ചെലവ്, ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് ഒരു സ്കൂളുകളിലും കോളേജുകളിലും ഇനി ഈവൻ നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് അതല്ലെങ്കിൽ കൂടെ നടക്കുന്നവർ ഒരാള് പറഞ്ഞു തരാത്ത, പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കമ്പനി നമ്മളിലേക്ക് തരുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാനും പറ്റും. ഇതൊക്കെ നമുക്ക് പ്രോഗ്രാം തരുന്നുണ്ട്. സൂം മീറ്റിംഗ് ആയിട്ടും ഫിസിക്കലായിട്ടും അതിന്റെ റെക്കോർഡുകളായിട്ടും ഒക്കെ. അപ്പൊ അതെല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് 2021 മുതൽ. ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കണം, ലോകത്തിലേക്ക് എത്തിക്കണം. കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല സേവ് ആപ്പ്. കാരണം ലോകത്തിലെ എവിടെയുള്ള ആളുകൾക്കും അതാത് നാട്ടിലെ ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഒരു അറബിക്ക് വേണോ, അറബിയിൽ ഉപയോഗിക്കാം. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ എല്ലാ ഭാഷയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ ട്യൂട്ടോറിയലും ആപ്ലിക്കേഷനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ലോകത്തിലേക്ക് എത്തിക്കുന്നത് ഇതാരാണോ ഉപയോഗിക്കുന്നത്, ആരാണോ മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അവരിലൂടെയാണ്. കമ്പനിക്ക് വേണമെങ്കിൽ സെലിബ്രിറ്റികളെ വെച്ച് അതെങ്കിൽ കുറെ പേര് സാലറിക്കൊക്കെ വെച്ച് ചെയ്യാം. പക്ഷെ അതിൻ്റെയൊക്കെ വരുമാനം, ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്ത് കിട്ടുന്നതൊക്കെ ആ കുറഞ്ഞ ആളുകളിൽ ഒതുങ്ങി നിൽക്കും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള ആളുകൾക്ക് തന്നെ വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഫ്രീ ആയിട്ടും ഉപയോഗിക്കാം, പെയ്ഡ് ആയിട്ടും ഉപയോഗിക്കാം. ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 2024 ജനുവരിയില് കമ്പനി നമ്മളിലേക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് മൊബൈൽ റീചാർജ് ആൻഡ് DTH റീചാർജ്. നമ്മൾക്ക് ഇതിലൂടെ റീചാർജ് ചെയ്യാം, ഒരു പൈസ അധിക ചാർജ് കൊടുക്കേണ്ട, പ്ലാറ്റ്ഫോം ഫീ കൊടുക്കേണ്ട. എത്ര രൂപയുടെ റീചാർജ് ആണ് ചെയ്യുന്നത് ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടും. ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് കൊടുത്ത് അവരൊക്കെ റീചാർജ് ചെയ്യുമ്പോഴും നമുക്ക് വരുമാനം കിട്ടും. അങ്ങനത്തെ ഒരു പ്രോഗ്രാം 2025 ഈ കമ്പനി ഇത് ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സേവ് കാർട്ട്, ഒരു മാർക്കറ്റിംഗ് പ്ലേസ് നമ്മളിലേക്ക് തന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ അത്ര വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, ചെറുത് കുട്ടി തുടക്കാണ്, ആരംഭം. വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് എല്ലാവർക്കും കൂടി അതിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ സേവ് കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കമ്പനി തന്നു 2025 മെയ് മാസത്തില്. അതിലിപ്പോ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്കതില്
ചോക്ലേറ്റ് ഉണ്ട്, നട്ട്സ്, ബെഡ്ഷീറ്റ്, ഒരു 10-14ഓളം അച്ചാറുകള്, അതേപോലെ തന്നെ ഹെൽത്തിനുള്ള പ്രൊഡക്റ്റ് സ്റ്റീവിയ ടീ, കുങ്കുമപ്പൂവ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ കാർട്ടിലുണ്ട്. എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, നമുക്ക് എല്ലാവർക്കും അല്ലെ മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. അതിന്റെ ഓൺലൈൻ ട്രെയിനിങ് തരും, അതേപോലെ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് കിട്ടും. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോ 2025 ഡിസംബർ വരുന്ന 18-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന സേവ് പ്രോ, അതും നമ്മളിലേക്ക് ഇപ്പോ പർച്ചേസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരുന്ന എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. 36 വർഷം IT മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ കമ്പനിയുടെ MD രാമചന്ദ്രൻ പാലിശ്ശേരി. 28-ാമത്തെ വർഷമാണ് അദ്ദേഹത്തിന്റെ ഓൺ കമ്പനി റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ആ കമ്പനി നമ്മളിലേക്ക് തന്ന ഒരു അവസരമാണ്. ഒരു നെറ്റ്വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിസിനസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. അന്നും ഇന്നും റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നമ്മളിലേക്ക് തന്ന ഒരു വലിയൊരു അവസരം, വലിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇത് ടോട്ടലി നമ്മൾ മനസ്സിലാക്കണം. ഇത് എല്ലാവർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. ജോലിയുള്ളവർക്കും ചെയ്യാം, അല്ലെ, വീട്ടില് ഇരിക്കുന്ന ഹൗസ് വൈഫ്, സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം. കാരണം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ ചെയ്താൽ മതി, നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇപ്പോ ഈ ഒരു അവസരത്തില് ഈ വരുന്ന 18-ാം തീയതി ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ആപ്ലിക്കേഷനും അതിലൂടെ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്യാം. ബാക്കിയൊക്കെ ഇന്ന് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ രാത്രി 8 മണിക്കുള്ള സൂം മീറ്റിംഗ് പങ്കെടുത്ത് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഈ 18-ാം തീയതി നമ്മളിലേക്ക് കിട്ടാൻ പോകുന്നത്? സേവ് ആപ്പിന്റെ തന്നെ സേവ് ആപ്പ് പ്രോ. ഈ സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റും ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ വരവ് ചെലവ് കണക്കുകള് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ മൊബൈൽ റീചാർജ്, DTH റീചാർജുകളൊക്കെ അതിലൂടെ ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷന് നമുക്ക് വരുന്ന എമൗണ്ട് 2000 രൂപ പ്ലസ് GST ആണ്. പറ്റുന്ന ആളുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ പതുക്കെ പോവാം. സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, സ്പീഡ് കൂടുതലാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ വെറും 2000 രൂപ പ്ലസ് GST ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ MRP വരുന്നത്. പക്ഷെ നമുക്കിത് സേവ് കാർട്ടിൽ നിന്ന് 1000 പ്ലസ് GSTക്ക് വാങ്ങിക്കാം, പർച്ചേസ് ചെയ്യാം. 1000 പ്ലസ് GSTക്ക് വെറും 1180 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. 1180 രൂപയ്ക്ക്. ഈ 1180 രൂപക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പൊ തീർച്ചയായിട്ടും 1000 പ്ലസ് GSTക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു നമുക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇത് വാങ്ങിച്ചു വരുമ്പോ നമുക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട്, കമ്പനി ഒരു വരുമാനം തരുന്നുണ്ട്. അതെങ്ങനെയാണ് ആ വരുമാനം തരുന്നത് എന്നുള്ളത് നോക്കാം. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകണം, ശ്രദ്ധിക്കണം.
ഒരു കാരണവശാലും അല്ല, ചില ആളുകൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുമ്പോൾ ആ ടൈമിൽ കോള് വന്നു അതുകൊണ്ട് കേട്ടില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു എന്നൊക്കെ പറയും. പക്ഷെ നല്ല ഒരു വാല്യൂ ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. കാരണം അത് വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ 1000 രൂപ കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ, അത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നു, അതുകൂടാതെ നമുക്കൊരു വരുമാനം തരികയാണ്. എത്രയെന്നറിയോ? 24,000 രൂപ. 24,000 രൂപ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് തരിക. 1000 രൂപ മുടക്കുന്ന, അല്ലെങ്കിൽ 1000 രൂപ മുടക്കി ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന വ്യക്തിക്ക് 24,000 രൂപ. അതുകൂടാതെ ഒരു ഫാമിലി പാക്കേജ് ആക്ടിവേഷൻ അതും തരും. ഏകദേശം ഒരു 24,000 പ്ലസ് 14,157, 38,157 രൂപയുടെ ബെനിഫിറ്റ്. ആ ഫാമിലി പാക്കേജിന്റെ ബെനിഫിറ്റ് നമുക്ക് വേറെയും കിട്ടും. അപ്പൊ അത് എങ്ങനെ 24,000 കിട്ടുന്നു, എങ്ങനെ തരാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ആവും പുതിയ ആളുകൾ ചിന്തിക്കുന്നത്. 1000 രൂപ കൊടുത്ത 24,000 രൂപയോ ചിന്തിക്കാൻ അല്ലെങ്കിൽ ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ ആവും. പക്ഷെ ഇവിടെ എങ്ങനെ തരുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഈ 1000 രൂപയ്ക്ക് കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് തന്നു, ഓപ്പർച്യൂണിറ്റി തന്നു. പക്ഷെ കമ്പനി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളാണ് കൊണ്ടുപോകുന്നത്. എങ്കിൽ കമ്പനി ഈ പ്രൊഡക്റ്റിന്, ഈ ഒരു പ്ലാറ്റ്ഫോമിന്, ഒരു ആപ്ലിക്കേഷന് വെറും 200 രൂപ മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ. ബാക്കി 800 രൂപയും മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാണ്. സെയിൽസ് കമ്മീഷനായിട്ടും അതേപോലെ തന്നെ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ആയിട്ടും നോൺ വർക്കിംഗ് അഥവാ ഓട്ടോപോൾ ഇൻകം ആയിട്ടും ഇത് വാങ്ങിക്കുന്നവർക്കും മാർക്കറ്റ് ചെയ്യുന്നവരിലേക്കും അങ്ങ് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ 24,000 കിട്ടുന്നു എന്നുള്ളത് നോക്കാം. ഈ കമ്പനിയിൽ ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വരുന്ന ആളുകള് സീനിയോറിറ്റി ലെവലില് ആദ്യം വരുന്നവരിലേക്ക് ആണ് ഈ പ്രോഗ്രാം കൊടുക്കുക, ഈ വരുമാനം കൊടുക്കുക. എങ്ങനെയെന്നറിയോ? ഓരോ 4 പേര് വരുന്ന സമയത്ത് ആദ്യം വന്നവരിലേക്ക് 1000 രൂപ റിലീസ് ചെയ്യും. 1000. ഇപ്പോ ഒരു സിംഗിൾ ലൈൻ, ഒറ്റ ലൈൻ, ഇന്നാളുടെ ടീം, അങ്ങനൊന്നുമില്ല. ഈ കമ്പനിയിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ആര് വാങ്ങിക്കുന്നു, എവിടുന്ന് വാങ്ങിക്കുന്നു, എല്ലാവരും ഒരൊറ്റ ലൈനിൽ വന്നിട്ട് പ്ലേസ്മെന്റ് ആക്കും. അങ്ങനെ ഇപ്പൊ ഒരു ഒന്നാമത്തെ ID കൂട്ടിക്ക, ഫസ്റ്റ് ഇതിന്റെ പർച്ചേസിങ് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. 10 ദിവസം ഓഫർ തന്നതാണ് കമ്പനി. എങ്ങനെ? ഈ വരുന്ന 18-ാം തീയതിയാണ് ലോഞ്ചിങ്. 8-ാം തീയതി ഒരു 3 മണിക്ക് അങ്ങ് അനൗൺസ്മെന്റ് ചെയ്തു, ഇന്ന് രാത്രി 9 മണിക്ക് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ 10 ദിവസം ഇപ്പൊ കേൾക്കുന്നവർക്കും, ഇതിനു മുമ്പ് കേട്ടവർക്കും, ഇനി ഇന്നും നാളെയും മറ്റന്നാളൊക്കെ കേൾക്കുന്നവർക്കും ഒരു സീനിയോറിറ്റി എന്നുള്ള രീതിയിൽ ഒരു 10 ദിവസത്തെ ടൈം തന്നിരിക്കുക. 18-ാം തീയതിയാണ് ലോഞ്ചിങ്. 8-ാം തീയതി തന്നു, 10 ദിവസം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തു. ഇത് മനസ്സിലാക്കുന്നവർ പർച്ചേസ് ചെയ്യും. ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ പർച്ചേസ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മോട്ടിവേഷൻ ക്ലാസ്സോ അതല്ലെങ്കിൽ അല്ലെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കുകളോ അല്ല, നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഓരോ 4 പേര് ഈ കമ്പനിയിലേക്ക് വരുമ്പോ ആദ്യം വന്നതിലേക്ക്, അത് ഓരോ 4 പേര് വരുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് ഓരോ വ്യക്തികൾക്കും 1000 രൂപ കിട്ടും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. 24,000-ല് 1000 രൂപ. ഈ 1000 രൂപ കിട്ടിയ ആളുകളൊക്കെ രണ്ടാമത്തെ ഒരു പൂളിലേക്ക് എൻട്രി ആക്കും. അവിടെ സംഭവിക്കുന്നത് 8-ന്റെ ബ്ലോക്കാണ്. 8 പേർക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ട് നിൽക്കുന്നത് ആരാണോ അവർക്ക് 3000.
വീണ്ടും 8 പേര് വരുമ്പോ അടുത്ത ആൾക്ക് 3000, വീണ്ടും 8 പേര് വരുമ്പോ അടുത്ത ആൾക്ക് 3000, വീണ്ടും 8 പേര് വരുമ്പോ അടുത്ത ആൾക്ക് 3000. ഈ രീതിയിലാണ് ആ പ്രോഗ്രാം പോവുക. അപ്പൊ 24,000-ൽ 3000, 1000, 4000 ആയില്ലേ? വീണ്ടും ഈ 3000 കിട്ടിയ ആളുകള് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് അതോ അടുത്ത പൂളിലേക്ക് എൻട്രി ആകും. അവിടെ തരാൻ പോകുന്നത് 20,000 രൂപയാ. 20,000. ഈ 20,000 രൂപ കിട്ടണമെങ്കിൽ 16ന്റെ ബ്ലോക്ക്. 16 പേർക്ക് 3000 കിട്ടുമ്പോ ഒരാൾക്ക് 24,000 രൂപ കിട്ടും. ഇപ്പൊ ഞാനീ പറഞ്ഞ 1000, ഞാനിപ്പോ ഈ പറഞ്ഞ 3000, ഞാനിപ്പോ പറഞ്ഞ 20,000 ഈ ഒരു 5-6 ദിവസം കൊണ്ട് വാങ്ങിച്ചവർ ഈ കമ്പനിയിലുണ്ട്, ഈ സിസ്റ്റത്തിലുണ്ട്, ഈ പ്രോഗ്രാമിലുണ്ട്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഓരോ 4 പേര് വരുന്നതിനനുസരിച്ച് 1000 റിലീസാകും. ഈ 1000 കിട്ടിയ ആളുകൾ ഓരോ 8ന്റെ ബ്ലോക്ക് വരുന്നതിനനുസരിച്ച് 3000 റിലീസാകും. മനസ്സിലായില്ല. നെക്സ്റ്റ് 20,000. ഇതെങ്ങനെ കൊടുക്കുന്നു അല്ലേ? നോക്കുക, നമ്മുടെ ഈ കമ്പനി ഞാൻ പറഞ്ഞു 1000 രൂപയുടെ പാക്കേജ് ആണ്. 200 രൂപ കമ്പനി പ്രോഗ്രാമിന് കമ്പനി എടുക്കുന്നത്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കമ്പനിയുടെ തന്നെയാണ്, സോഫ്റ്റ്വെയറും കമ്പനിയുടെ തന്നെയാണ്, പ്രൊഡക്റ്റും കമ്പനിയുടെ തന്നെയാണ്, ഈ സിസ്റ്റം. വേറെ ഒരാളേറ്റും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. 200 രൂപ കമ്പനി എടുത്ത ബാക്കി 800 രൂപയുണ്ട് അല്ലെ? അതിൽ 100 രൂപ റഫൽ കമ്മീഷനായിട്ടും 100 രൂപ ഒരു 20 ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവിലേക്ക്, ലെവലിംഗത്തിലേക്ക് മാറ്റുന്നു. 600 രൂപയിലാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 1000, 3000, 24,000 വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടി നോക്കാം. 4 പേര് വരുമ്പോഴാണ് ഒരാൾക്ക് 1000 കൊടുക്കുന്നത്. അപ്പൊ ചിന്തിക്കും, 4 പേര് വരുമ്പോ 600 ഇൻറ്റു 4 2400 ഉണ്ട്. അപ്പൊ 1000 കൊടുത്ത ബാക്കി 1400 കമ്പനിക്കാന്നൊക്കെ വിചാരിക്കും. നോ, ഒരു പൈസ കമ്പനി എടുക്കുന്നില്ല. 4 പേര് വരുമ്പോ 4 ഇൻറ്റു 600 2400 രൂപ. ഈ 2400 രൂപ അവിടെ വന്നാൽ 1000 രൂപ കിട്ടുമ്പോ ഈ പാക്കേജ് എടുത്ത് വന്ന വ്യക്തിക്ക് കൊടുക്കുമ്പോ അവരെ ഇൻവൈറ്റ് ചെയ്തത് ആരാണോ അവർക്കൊരു 500 രൂപ കൂടി കൊടുക്കും കമ്പനി. അപ്പൊ 1000 + 500 1500 ആയില്ലേ? ബാക്കി 900 ഉണ്ട്. ആ 900 ആണ് 3000-ലേക്ക് കൊടുക്കുന്നത്. 3000 എങ്ങനെ? 8 പേര് വരുമ്പോ കണക്ക് കൂട്ടി നോക്കി, 8 ഇൻറ്റു 900, അതിൽ നിന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ ഈ 600 രൂപയിൽ നിന്ന് തുടങ്ങുന്ന പ്രോഗ്രാമാണ് ഈ ഓട്ടോപൂൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻകം, വളരെ ക്ലാരിറ്റിയിൽ കൊടുക്കാൻ, നമുക്ക് ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം. അപ്പൊ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 1000 രൂപയുടെ ഒരു പാക്കേജ് എടുത്ത് വരുന്ന വ്യക്തിക്ക് 3 ടൈമിലായിട്ട് നോൺ വർക്കിംഗ് ഇൻകം കിട്ടും. 1000, 3000, 20,000, 24,000 പ്ലസ് ഒരു ഫാമിലി പാക്കേജ് ഐഡിയും കിട്ടും. എത്ര രൂപയുടെ ബെനിഫിറ്റ് അല്ലേ? ശരിക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എഗ്രി ചെയ്തു തരാൻ പറ്റും.